ഇന്ന് 7-ാം തീയതി നാളെ കാലത്ത് 10 മണിക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷത്തെ +1 പഠനത്തിന് വേണ്ടി HSCAP വഴി സിംഗിൾ വിൻഡോ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചവർക്ക് അതിൻ്റെ ട്രയൽ സാധ്യതാ ലിസ്റ്റ് നാളെ 10 മണിക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം കേരള +2 കോഴ്സിലേക്ക്, അതായത് HSCAPലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം, അതോടൊപ്പം തന്നെ വേണ്ട കോഴ്സുകൾ, കോമ്പിനേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നാളെ അത് ട്രയൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും അതിൽ കയറണം. ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിനിൽ ആപ്ലിക്കേഷൻ നമ്പറാണ് പാസ്വേഡ് യൂസർ ID ആയിട്ട് വരുന്നത്. ദെൻ പാസ്വേഡും നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ യൂസർ ID പാസ്വേഡ് ഉണ്ട്. അത് കൊടുത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് അത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ ട്രയലിന് റിസൾട്ട് കാണാം. ട്രയലിൻ്റെ റിസൾട്ട് വെറും ഒരു റിസൾട്ട്, അത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും അതിൻ്റെ മറ്റു പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ട്രയൽ വഴി നിങ്ങളുടെ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഫൈനൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ട്രയൽ നമ്മൾ അതിസൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കോമ്പിനേഷൻസോ കോഴ്സോ സ്കൂളോ ഒക്കെ റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനൊക്കെ അപ്പുറം നമ്മൾ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റണം. അല്ല എങ്കിൽ നമ്മളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ തെറ്റായ വിവരമാണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു വളരെ ചെറിയ ക്ലാസ്സിലാണ് LSS, അപ്പോൾ LSS അല്ലെങ്കിൽ USS, NMMS പോലത്തെ സ്കോളർഷിപ്പുകളൊക്കെ, അപ്പോൾ അതൊക്കെ ടിക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനുള്ള കോളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളൊന്നും ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അഡ്മിഷൻ സമയത്ത് ഈ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എടുത്ത് പരിശോധിക്കും, അതിൽ ബന്ധപ്പെട്ട രേഖകളുടെ കോളത്തിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് ഒറിജിനൽ കാണിക്കാൻ പറയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ അഡ്മിഷൻ ഡിനേ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അവിടുത്തെ നിങ്ങളുടെ റാങ്കും ഏറ്റവും അവസാനത്തെ വിദ്യാർത്ഥിയുടെ റാങ്കും ഇത് കാണിച്ചത് വഴി നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ബോണസായിട്ട് കയറിയിട്ടുണ്ട് അത് മൈനസ് ചെയ്ത് നിങ്ങളുടെ അവസാനത്തെ റാങ്കിൽ നടക്കുന്ന വിദ്യാർത്ഥിക്ക് മുകളിലായിട്ട് നിങ്ങളുടെ റാങ്ക് നിൽക്കുമെങ്കിൽ അതൊക്കെ കുറേ പ്രൊസീജിയറാണ്. അത് ആ സ്കൂളുകളൊക്കെ സംബന്ധിച്ച് അവർക്കത് ഡിനേ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ബാക്കി ഘട്ടങ്ങളൊക്കെ നോക്കിയിട്ട് ഡിനേ ചെയ്യുന്ന അതൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചുകൊള്ളുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നിങ്ങളതിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവാൻ പാടും. ക്ലബ്ബുകളാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള ടൈ ബ്രേക്ക് ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ ബോണസ് പോയിന്റുകളാവട്ടെ, അങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിലും, അതോടൊപ്പം തന്നെ നിങ്ങൾ താമസിക്കുന്ന ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ, അത് ഒരുപക്ഷെ നിങ്ങളുടെ SSLC ബുക്കിൽ എന്താണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് കുറച്ചുകൂടി വാലിഡാണ്. എന്നാൽ ആധാറോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സ്വാഭാവികമായിട്ടും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകൾ ചെയ്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. ഇപ്പോൾ ലോക്കൽ ബോഡിക്കൊക്കെ എന്തുണ്ട്? ബോണസ് പോയിൻ്റ് ഉണ്ട്. അത് തെറ്റായിട്ട് നമ്മൾ അവിടെ കാണിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ കൺസെപ്റ്റിൽ രണ്ടും ശരിയായിരിക്കും. പക്ഷേ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ രേഖകൾ നോക്കുമ്പോൾ ഇതല്ല വേണ്ടത് എന്നൊരു ഘട്ടത്തിലേക്ക് വന്നാൽ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടവരെ സഹായിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥിയുടെ കൈവശം നിലവിൽ എന്തെല്ലാം ഉണ്ടോ അതാണ് അവിടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണിക്കേണ്ടത്. അല്ലാത്തത് ഫേക്കായിട്ടാണ്, ചിലപ്പോൾ അതായിരിക്കും സത്യം, പക്ഷേ അത് അഡ്മിഷൻ ഡിനേ ചെയ്യുന്നതിന് കാരണമാകും. ഒരു കാരണവശാലും അതിലേക്ക് പോകരുത്. നിങ്ങൾ മുഴുവൻ വിഷയങ്ങളിൽ A+ കിട്ടി ചെറിയ കാര്യങ്ങളാൽ അഡ്മിഷൻ ഡിനേ ചെയ്ത് പിന്നീട് സപ്ലിമെൻ്ററിയിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററിയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അതിലേക്കൊന്നും എന്താ വരുതോ. അപ്പോൾ ഈ ട്രയൽ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം. നാളെ 8-ാം തീയതി കാലത്ത് 10 മണിക്ക് ട്രയൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 10-ാം തീയതി 5 മണി വരെ സമയമുണ്ട് തിരുത്തലുകൾ വരുത്താനും ഓപ്ഷൻസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് അങ്ങോട്ടും കൊണ്ട് റീഅറേഞ്ച് ചെയ്യാനൊക്കെയുള്ള സമയം 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട്
തെറ്റുകൾ വരാതെ നിങ്ങൾ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് അതിലെല്ലാം എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. എഡിറ്റ് ചെയ്ത് അങ്ങനെ പോന്നാൽ പോരാ, അത് ഫൈനൽ കൺഫർമേഷൻ കൂടി കൊടുത്താലേ ഏതിലേക്ക് പരിഗണിക്കുള്ളൂ? ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലേക്ക് പരിഗണിക്കപ്പെടുള്ളൂ. ഇനി ഒരാൾക്ക് ഒന്നും എഡിറ്റ് ചെയ്യാനില്ല എന്നാലും അയാൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ള അവസാന സമയം 10-ാം തീയതി 5 മണി വരെയാണ്. അപ്പോൾ ഇതിനോടകം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മുഴുവൻ വിഷയത്തിൽ A+ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ മെറിറ്റും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ നമ്മൾ പുറത്തിരിക്കേണ്ടി വരും. 8 വിഷയത്തിൽ A+, 5 വിഷയത്തിൽ A+ ഉള്ളവരൊക്കെ അഡ്മിഷൻ എടുക്കുകയും നമ്മളുടേതാവുന്ന ഒരു ചെറിയ അശ്രദ്ധ കാരണം നമ്മൾ പുറത്തു പോവുകയും ചെയ്യുമ്പോൾ വലിയ സങ്കടം ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. അത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇനി വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഏത് ഡെസ്കുകളാവട്ടെ, ദക്ഷ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽപ്പ് ഡെസ്കുകളാവട്ടെ, അവരൊക്കെ ശ്രദ്ധിക്കണം. അതിനൊക്കെ ഉപരി വിദ്യാർത്ഥി ഇതെല്ലാം ഒന്ന് സ്ക്രൂട്ടിനി ചെയ്യണം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അക്ഷയയിൽ നല്ല തിരക്കായിരിക്കും, അല്ലെങ്കിൽ സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും സാമാന്യമായ തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മറ്റാരെങ്കിലുമൊക്കെ സഹായത്തിന് ചെല്ലുമ്പോൾ അവർക്കും അവരുടേതാവുന്ന ബിസി ഷെഡ്യൂളുകളായിരിക്കും. അതിനിടയിൽ ഇത് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. വീഴ്ചകൾ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം ആർക്കാണ്? വിദ്യാർത്ഥികളെന്ന നിലയിൽ നമ്മളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 അപേക്ഷ കൊടുക്കുമ്പോൾ അതൊന്ന് സൂക്ഷ്മമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനി +2 കഴിഞ്ഞു, നിങ്ങൾ +2 വിവിധ കോമ്പറ്റീഷനുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകും. ഇവിടൊക്കെ നമ്മൾ ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ തന്നെ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് സംഭവിക്കാവുന്ന തെറ്റുകളോ അല്ലെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് കയറി വരും. അപ്പോൾ അത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടിയാണ്. എന്നാൽ മറ്റുള്ളവരിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യട്ടെ, രക്ഷിതാക്കൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ അധ്യാപകർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ ചെയ്യട്ടെ എന്ന തലത്തിലേക്ക് മാറുമ്പോൾ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കും. പറഞ്ഞു വന്നത്, നാളെ 10 മണിക്ക് ട്രയൽ പബ്ലിഷ് ചെയ്യും. എല്ലാവരും അവരുടെ കാൻഡിഡേറ്റ് ലോഗിൽ കയറണം. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. ഓപ്ഷൻസ് കൊടുക്കേണ്ടതോ തിരുത്തേണ്ടതോ ഡിലീറ്റ് ചെയ്യേണ്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ട്രയലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള അത് ഒരിക്കലും അഡ്മിഷൻ എടുക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. അതൊരു ട്രയലാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. കുറേയൊക്കെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കും. എന്നിരുന്നാലും അതിൽ എഡിറ്റൊക്കെ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻസ് ഒക്കെ നടത്തുക. അത് 10ാം തീയതി 5 മണി വരെ ഉണ്ട് എന്ന് കരുതിയിട്ട് 10ാം തീയതി 4 മണിക്ക് ഇതിൽ കയറാൻ നിൽക്കരുത്. സൈറ്റ് ബ്ലോക്കാവും, ജാമാവും, നമ്മുടെ കാര്യങ്ങൾ നടക്കാതാവും, ഹറിബറിയാവും, ടെൻഷനാവും. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? 8ാം തീയതി തന്നെ 10 മണിക്ക് ശേഷം ഒരു 12 മണിയോ അല്ലെങ്കിൽ 1 മണിക്കോ 4 മണിക്കോ അല്ലെങ്കിൽ 9ാം തീയതിയോ 10ാം തീയതിയിലേക്ക് പോകരുത്. പരമാവധി 9ാം തീയതിയൊക്കെ തന്നെ കാര്യങ്ങൾ സേഫാക്കി വെക്കുക. ഏതായിരുന്നാലും അത്തരം പരിപാടികൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ പിന്നെ 15ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാറുണ്ട്. നമുക്കതും ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ സാധാരണ വരാറ് വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ 16, 17, ചിലപ്പോൾ 18 അങ്ങനെ ഒരു 3 ദിവസം അഡ്മിഷൻ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ആദ്യം കൊടുത്തത് ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, സ്ഥിരമായിട്ട് പോയി ചേരുക. ഫീസൊക്കെ അടച്ച് നിങ്ങളുടെ രേഖകളൊക്കെ കൊടുത്തു, സ്കൂൾ യൂണിഫോമൊക്കെ വാങ്ങി, ദെൻ ജൂലൈ 2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ പോയിരിക്കുക, പഠിക്കുക. എന്നാൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ കുറച്ച് താഴെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുക, അടുത്ത അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുക. അപ്പോൾ താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുമ്പോൾ ഫീസ് അടക്കേണ്ടതില്ല. നിങ്ങളുടെ രേഖകളൊക്കെ അവിടെ കൊടുക്കുക. ടെമ്പററി അഡ്മിഷനാണെന്ന് പറയുക, അതൊരു പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കും. ദെൻ അടുത്ത അലോട്ട്മെൻറ്റിന് കാത്തു നിൽക്കുക. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിൽ നിന്നാണ് രേഖകൾ വെച്ചത് അത് അവിടെ നിന്ന് വാങ്ങി അടുത്ത സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക. ദെൻ 3rd അലോട്ട്മെൻറ്റ് വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എവിടെയാണോ കിട്ടിയത് അവിടെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യും വേണം. ഏതായിരുന്നാലും ഈ പ്രക്രിയകളൊക്കെ നമ്മൾ അഡ്മിഷൻ പൂർത്തിയാകുന്നത് വരെ വിദ്യാർത്ഥികൾ പ്രത്യേകം കീപ്പ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ വിൻഡോ പ്രകാരം ഒരു അഡ്മിഷൻ ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ മറ്റ് കോട്ടകളിൽ, ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയോ അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ ഒക്കെ അപേക്ഷിച്ചവരുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ആ കോട്ടകളിലേക്കൊക്കെ മാറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ സംശയങ്ങൾ തീർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രൊസീജിയറിലേക്ക് ഇറങ്ങണം. ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ മറ്റുമൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, അതുമായിട്ട് എക്സ്പേർട്ടുകളിൽ നിന്നൊക്കെ സഹായങ്ങൾ തേടിയിട്ട് പരമാവധി ഇതിൽ അപകടങ്ങളില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.